അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ, നിങ്ങൾക്ക് സ്വർഗം വേണോ? സ്വർഗം വേണമെങ്കിൽ, സ്വർഗത്തിൽ കടക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ സ്വർഗത്തിലേക്ക് കടത്തും. ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ? യുംകിനുകും മിനൽ ജന്ന ദീബുൽ കലാമി വഇത്ആമു ത്വആം. നല്ല സൽ സ്വഭാവം നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ, നല്ല രൂപത്തിൽ നിങ്ങൾ ജനങ്ങളോട് മയത്തോടു കൂടി സംസാരിക്കുകയാണെങ്കിൽ, ആർക്കും വെറുപ്പില്ലാത്ത നല്ല രൂപത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ കരുതി നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, മാത്രമല്ല ഭക്ഷണം കൊടുക്കുകയും ചെയ്യണം. കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നാണ് പറയുന്നത്. സ്വർഗത്തിൽ താമസിപ്പിക്കും ഈ രണ്ട് കാര്യങ്ങൾ. അവിടേക്ക് എത്തും നിങ്ങൾ. അപ്പൊ ഈ ഭക്ഷണം കൊടുക്കലും ദീബുൽ കലാം, നല്ല സ്വഭാവവും, ഇത് നമ്മളിങ്ങനെ കരുതാണ്. ഹോട്ടലിൽ പോകുമ്പോൾ നമ്മൾ സുഹൃത്തുക്കൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കണം, വേണം, അത് കൊടുക്കണം. എൻ്റെ സുഹൃത്തുക്കളോട്, എൻ്റെ നാട്ടുകാരോട്, അയൽവാസികളോട്, യാത്ര ചെയ്യുന്നവരോട് ഒക്കെ ദീബുൽ കലാമായിരിക്കണം, നല്ല സംസാരം ഞാൻ സംസാരിക്കണം. ഇതൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. എന്നാൽ അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതി ഇതിലുണ്ട്. അതാണ് ഏറ്റവും ഇതിനേക്കാളും പ്രാധാന്യം. ഇത് എവിടുന്ന് തുടങ്ങണമെന്നറിയോ? അവർ ഹൗസ്, നമ്മുടെ വീട്, അവർ ഫാമിലി, നമ്മുടെ കുടുംബം. നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ഇത് ആദ്യം തുടങ്ങേണ്ടത്. നമ്മുടെ ഫാമിലിയോട് ആദ്യം ഈ ദീബുൽ കലാം സംസാരം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിനോട്, നമ്മുടെ ഫാമിലിയോട്, മക്കളോട്, ഭാര്യമാരോട്, ജ്യേഷ്ഠാനുജന്മാരോട്, സഹോദരിമാരോട്, ഇവരോടായിരിക്കും ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ. നമ്മൾ എന്നും കൊടുക്കുന്നുണ്ട് ഭക്ഷണം. ഏതോ കാലം നമ്മൾ വാങ്ങിക്കൊടുത്ത അരി അവരെന്നെ പീടിയെന്ന് വാങ്ങിക്കൊടുക്കുന്നു, അവരെന്നെ ഇപ്പം വിളിച്ചു പറഞ്ഞെത്തി. നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടും കൂടെ ഉണ്ടാവില്ല നമ്മളെ വീട്ടിലത്തെ അരി. നമ്മളൊക്കെ പുറത്ത് കല്യാണം, സൽക്കാരം, കുടിക്കലും, മുടികളിച്ചിരി തുടങ്ങി എന്തെല്ലാം പേരുകൾ, പല ഒക്കെ നമ്മൾ കഴിക്കാനോ ഭക്ഷണം. പെരേന്ന് കഴിക്കുള്ളൂ, പെണ്ണുങ്ങളൊന്നും പെരേന്ന് തന്നെ കഴിക്കുന്നത്. അപ്പൊ അവർക്ക് നല്ലൊരു ഫുഡ്, നമ്മൾ ഷവർമയും ഷവായയും ചിക്കൻ ടിക്കയും തന്തൂരിയും അതുപോലെ എന്തെല്ലാം സാധനങ്ങളും, മന്തി, പല ഐറ്റംസ്, ഇവകളൊക്കെ നമ്മൾ തിന്നുമ്പോ നമ്മുടെ വീട്ടിലെ ഭാര്യ ഇത്തരം സംഗതികൾ അവർക്ക് കിട്ടിയിട്ടുണ്ടോ? അവർക്ക് ഒരു പൂതി ഉണ്ടാവൂലേ ഫുഡുകളൊക്കെ കഴിക്കാൻ? അമിതാക്കി കൊടുക്കാൻ പാടില്ല, നമ്മളും പാടില്ല. നമ്മൾ അപ്പോ ഭക്ഷിപ്പിക്കുക എന്നുള്ള സംഗതിയാണ്. ഭക്ഷണം ആരായാലും എന്റെ ഭർത്താവിനെ ഭക്ഷിപ്പിക്കാന്ന് കരുതിയിട്ടൊരു ഭാര്യ കൂടുതൽ അങ്ങനെ തിന്നാൻ പറ്റില്ല. അതിനൊരു ലിമിറ്റ് ഉണ്ട്. തിരിച്ചുട്ടോ, രണ്ട് കൂട്ടി പറയണം, അപ്പോഴത് സെറ്റ് ആവും. ഭക്ഷണം എന്റെ എന്നെ ഭക്ഷിപ്പിക്കാണ് എന്ന് കരുതിയിട്ട് നമ്മൾ അമിതമായിട്ട് തിന്നുന്നത് കേടാണ്. ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ തിന്നാൻ, ഞാനായാലും നിങ്ങളായാലും ഒക്കെ. അതാണ് ശരീരത്തിന് ആരോഗ്യകരമായ ഫുഡ്. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ സുഭിക്ഷമായ ഭക്ഷണം അവർക്ക് കൊടുക്കുന്നു, അവരെ അവര് സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടോ, സന്തോഷമാകുന്നുണ്ടോ, തൃപ്തി അടയുന്നുണ്ടോ? ഇന്ന് വാപ്പ കൊണ്ടുവന്ന ഫുഡ് ഭയങ്കര ഉഷാറായി എന്നവർക്ക് തോന്നുന്നുണ്ടോ? അത് ഭയങ്കരമായ കൂലിയാണ്. അവിടുന്ന് നമ്മൾ തുടങ്ങേണ്ടത്. അവിടുന്ന് തുടങ്ങുമ്പോഴാണ് നാം ഒരു യഥാർത്ഥ മുഅ്മിനാവുക. ഞാൻ പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താ പറഞ്ഞറിയോ? നേരത്തെ പറഞ്ഞു, സ്വർഗ്ഗത്തിൽ വലിയ സ്ഥാനമുണ്ട്. ആർക്ക്? ലിമൻ അത്അമ ത്വആമ വഅലാനൽ കലാം. ഭക്ഷണം നൽകുന്ന മനുഷ്യനും സ്വഭാവം മിതമായ സ്വഭാവം, സൗമ്യമായ സംസാരം, നല്ല ഹാർഡല്ലാത്ത വളരെ മയത്തിലൂടെയുള്ള സംസാരിക്കുന്ന മനുഷ്യൻ, ഈ രണ്ട് വിഭാഗം ആളുകൾക്കും സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ട്.